ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു എലിവേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ തന്നെ നമ്മുടെ ടൂളിൽ പോകുന്നു. ആ ടൂളിൽ പോയിട്ട് ഞാനിവിടെ 3D ഫ്ലോർ പ്ലാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ വോയിസ് ആയിട്ട് കൊടുക്കുന്നു, റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ വേണം. ആ 3D എന്നുള്ളത് മാത്രം ഞാനിവിടെ ഇതായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു എനിക്ക് വേണ്ട ഫയൽ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പോയിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തു. ഇവിടെ ജെമിനി പോകുന്നു, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ഇമേജ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകൂടെ പ്ലസ് ബട്ടണിൽ പോകുന്നു, അപ്ലോഡ് ഫയലിൻ്റെ അകത്ത് പോയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഏതാണോ അപ്ലോഡ് ചെയ്ത് അതേ ഇമേജ് വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെ വരുന്ന ആ കോപ്പി എടുക്കുന്നു, ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നേരെ കൺട്രോൾ കൊടുത്താലും മതി. എന്നിട്ട് ഇവിടെ പോയിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു. നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ടുള്ള ക്യാൻവയുടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാൻവയുടെ ഫ്രീ ആയിട്ടുള്ള നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമ്മളിവിടെ നോക്കുന്നു. നമുക്കിവിടെ കൃത്യമായിട്ട് ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യാം. ഇപ്പോൾ അവിടെ നമുക്ക് റിസൾട്ട് കിട്ടി. ഇത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. കിട്ടിയത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ കമ്പാരിസൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ മെയിൻ ഡോർ വരുന്നു, ഇവിടെ ഡ്രോയിങ് റൂം, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബെഡ്റൂം. ഓക്കെ, ബെഡിന്റെ പൊസിഷൻ ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഓക്കെയാണ്. അതുപോലെ ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ ഡൈനിങ്, ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട്, ഇവിടെ കിച്ചൺ വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റോർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പാഷ്യോ വന്നിട്ടുണ്ട്. ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അത് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാജിക് ഡിസൈനിൽ പോയിട്ട് നമുക്ക് തിരുത്താനും കാര്യങ്ങളൊക്കെ പറയാം. അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ 3D ഫ്ലോർ പ്ലാൻ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് പറയുന്നു, എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഫ്ലോർ പ്ലാൻ ഫസ്റ്റ് ഫ്ലോറിന്റെ വേണം. ഇവിടെ പോയിട്ട് 3D എന്ന് കൂടെ കൊടുത്തു. ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇമേജ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇമേജ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. അതേ ഞാൻ ജെമിനി പോകുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലോഡ് ഫയലിൽ പോയിട്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് ഞാൻ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത അതേ ഇമേജ്. എന്നിട്ട് ഇവിടെ പോയിട്ട് ഞാൻ കോപ്പി ചെയ്യുന്നു, ഇവിടെ പോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ആ കോപ്പി ചെയ്യുന്നു. ഇതാണ് നമുക്ക് കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജെമിനി കിട്ടിയ റിസൾട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, സ്റ്റെയർ കേസ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, ഈ ഒരു രീതിയിൽ തന്നെ കിട്ടത്തുള്ളൂ. ഇവിടെ ബാൽക്കണിയാണ്, എഴുതിയപ്പോൾ സിറ്റ് ഔട്ട് ആയതുകൊണ്ടാണ് അവിടെ വന്നേക്കുന്നത്. ഡോറ് വന്നു, ഇവിടെ ഒരു ഹാള് വന്നു, ഇവിടെ ഒരു ഡ്രസ്സ്, ഇവിടെ വന്നു, ടോയ്ലറ്റിലേക്ക് ഉള്ള വന്നു, ഇവിടെ ഒരു ബെഡ് വന്നു, ബെഡിന്റെ പൊസിഷൻ ഇവിടെ ഹെഡ്, ഇവിടെ ഹെഡ്. ഓക്കെ, ഇവിടെ ബെഡ്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇവിടെ ഡ്രസ്സ്, ഇവിടെ ഓപ്പൺ. ഇതാണ് നമ്മൾ കൊടുത്ത 2Dക്ക് അനുസരിച്ച് അതേപോലെ 3D ആയിട്ടാണ് വന്നേക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണം. മേജർ ചേഞ്ചസും കാര്യങ്ങളും വലുതായിട്ടില്ല. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ എലിവേഷൻ നോക്കാം. അപ്പം അതിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളവിടെ ആ എക്സ്റ്റീരിയർ ഇമേജ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ പറയുന്നത്, എനിക്ക് ഇതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഇമേജ് വേണം, പ്രൊഫഷണൽ സ്റ്റൈലിൽ വേണം കിട്ടാൻ. 3D എക്സ്റ്റീരിയർ എന്ന് എഴുതിയേക്കാം. ഇത് നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. നമ്മൾ ജെമിനി എടുക്കുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഇമേജ്, ഫസ്റ്റ് ഫ്ലോറിന്റെ ഇമേജ്. ഇപ്പം നമ്മുടെ എലിവേഷൻ്റെ ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഇതായിരുന്നു നമ്മൾ കൊടുത്ത 2D എലിവേഷൻ. നമുക്ക് കിട്ടിയ എലിവേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്തത്, ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്ത 2D, ഇതാണ് നമുക്ക് കിട്ടിയ 3D. ഇനി അത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇവിടെ പോയിട്ട് നമുക്ക് ഈ 2Dയുടെ കൂടത്ത് ഈ 3Dയും കൂടെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പോയിട്ട് എക്സാക്റ്റ് 2D ഡിസൈൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ അനലൈസ് ഡിഫറൻസ് കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് 2D 3D ആയിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരുന്ന പ്രോംപ്റ്റ് എടുക്കുക, ഇവിടെ വന്നിട്ട് ജനറേറ്റ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യുക. ഇതാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത് കിട്ടിയത്, ഇതായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ അകത്ത് രണ്ടാമത് ചെയ്തത് നമ്മൾ വ്യത്യാസം. ഇവിടെ ഒരു ഹാൻഡ് റെയിൽ വന്നു, നമ്മുടെ 2Dക്കകത്ത് ഹാൻഡ് റെയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹാൻഡ് റെയിൽ പോയി. അടുത്ത ഇവിടെ ഇത് നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇവിടെ ഹാൻഡ് റെയിൽ അല്ലാതെ ഇതേപോലെ വന്നിരുന്ന ഡിസൈൻ. അപ്പോൾ ആ ഒരു ഡിസൈനിലേക്ക് ഇവിടെ എത്തിയപ്പോൾ എത്തി. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ഇമേജ് നിങ്ങൾക്ക് ക്ലയന്റിന് കൊടുക്കാം, ക്ലയന്റിന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഇമേജ് കാണുമ്പോഴത്തേക്കും ക്ലയന്റിന് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.